ഹായ് അപ്പൊ ഞാൻ ഇന്ന് എന്ത് തയ്യാറാക്കും ഉച്ചക്ക് ഇങ്ങനെ ആലോചിച്ചിരുന്ന ടൈമിലാണ് ഓർത്തത് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പിക്കാതെ ഉച്ചക്ക് ചോറ് ഞാനിപ്പോ എത്തും. ടൈം എന്താണ്ട് 12:30 ആയിട്ട് നമുക്ക് ടപ്പയിന്ന് വേഗം പോയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടി ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവനിനി എന്ത് ചെയ്യണം, നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് റെഡിയാക്കിയാലോ. ഇനി എന്താ, നമുക്കതിലോട്ട് ആദ്യം വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ നല്ലപോലെ ചായച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ ക്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താ, 2 സവാള എടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നോ, സവാള അരിഞ്ഞതും എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. എന്താ കാര്യം എന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ എന്താ, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ എന്ത് വേണം, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാളയും അതുപോലെ തന്നെ ഒരു തക്കാളിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ, നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുക, നല്ലപോലെ വയന്ന് കിട്ടട്ടെ. അങ്ങനെ അതേ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള നല്ല മസാലപ്പൊടിയും കൂടി, ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കൂടുതലായിട്ട് പെരുംജീരകം കൂടുതൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബേ ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ, നമ്മുടെ ചിക്കൻ കഴുകി വെച്ചതും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഈ മസാലയെല്ലാം അങ്ങോട്ട് പൊത്തി വെച്ച് കൊടുക്കാം. അങ്ങനെ അതേ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, എരിവിന് വേണ്ടത് എന്തെന്നാ, നല്ല കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ വേറെ പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ കുരുമുളക് പൊടി അത്യാവശ്യം ചേർത്ത് കൊടുക്കുക. പിന്നെ കസ്തൂരി മേന്തിയും കുറച്ചിട്ട് കൊടുക്കുക. നല്ലപോലെ കൈ കൊണ്ട് തിരുമ്മിയിട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളി കുറുകിയ നല്ല ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് എന്ത് ചിക്കൻ റോസ്റ്റ്, നല്ല പെപ്പർ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഗ്രേവിയാണ്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. സൂപ്പർ. നല്ല വെറും ചോറിനും അതുപോലെ തന്നെ പൊറോട്ടക്കും അതുപോലെ തന്നെ എന്താ പത്തിരി വെള്ളയപ്പം എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിന്നിപ്പോൾ കഴിക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെയാണ്. അങ്ങനെ അതേ ചോറ് എടുത്തിട്ടുണ്ട്, കാക്കാക്ക് വിളമ്പി കൊടുക്കുവാണ്. ഇനി എന്താ, അതിലോട്ട് നമ്മുടെ കറിയും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ മാങ്ങാച്ചാറും കൂടി വെച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി കൂട്ടി കഴിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ കഴിക്കട്ടെ. അടുത്ത വീഡിയോ വരും. ബൈ.